ആഭരണങ്ങള് ഞാൻ ജയൻചേട്ടന് കൊടുത്തതാ. എന്തിന്? അച്ഛാ അത് എന്നോടല്ല, അയാളോട്. സർ, എന്റെ ഭർത്താവ് രാജുവിന്റെ വീട്ടില് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഭർത്താവിന്റെ ചേച്ചി പ്രിയയുടെ സ്ത്രീധന തുകയുടെ ബാലൻസായി വലിയൊരു തുക ജയൻചേട്ടന് അവർ കൊടുക്കാനുണ്ട്. ഇടയ്ക്ക് ജയൻചേട്ടന് സാമ്പത്തികമായി ഒരു അത്യാവശ്യം വന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ ഓർണമെന്റ്സ് ജയൻചേട്ടന് നൽകിയത്. ഞാൻ അണിഞ്ഞിരിക്കുന്ന ഓർണമെന്റ്സ് ഡ്യൂപ്ലിക്കേറ്റാ. ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? അത് അവളോട് തന്നെ ചോദിക്കും. അത് മാഡത്തിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തേക്കും. അയാളെ വിട്ടേക്ക്. സോറി ഫോർ ദ ട്രബിൾ സാർ. പോട്ടെ പ്രതാപ, നമുക്ക് ബാക്കി പ്രോഗ്രാംസിന്റെ കാര്യങ്ങൾ നോക്കാം. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോ അവള് മനസ്സറിഞ്ഞ് ചെയ്തതല്ലേ, നീ അത് ക്ഷമിച്ചളേ. ഇവൾ അങ്ങോട്ട് ചെന്ന് കേറിയിട്ട് എത്ര ദിവസമായി കാണും? ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ വീട്ടിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവൾ മനസ്സിലാക്കി. പക്ഷെ ഇപ്പോഴും ജനിച്ചു വളർന്ന കുടുംബത്തിന് അപമാനം ഉണ്ടാക്കാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ. നാളിതുവരെ ഇവൾക്ക് ഈ കുടുംബത്തിന് സന്തോഷവും അഭിമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് മാലയെ കുറിച്ച് ഒരു കൂസലില്ലാതെ നീ പറഞ്ഞത് എല്ലാം നുണയല്ലേ? അതെങ്ങനെയാ? വളർന്നു വലുതാവും തോറും നീ നിന്റെ അമ്മയെ പോലെ ആകുകയല്ലേ? ഇപ്പൊ തികഞ്ഞു, എല്ലാം തികഞ്ഞു. അമ്മയെ പോലെ പറയുന്നതെല്ലാം നുണ, ചെയ്യുന്നതൊക്കെ തോന്നിവാസം. ഇല്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം. വർഷങ്ങളായുള്ള എന്റെ കാത്തിരിപ്പ, അതും നിനക്ക് വേണ്ടി. ശക്തിയും അതിലുപരി ബുദ്ധിയും ഉപയോഗിച്ച് നീ എന്റെ ഒപ്പം നിന്നാലേ അമ്മയ്ക്ക് ഈ സാമ്രാജ്യം പിടിച്ചടക്കാൻ സാധിക്കൂ. നിനക്കറിയാമോ, കൈക്കുഞ്ഞായിരുന്ന ഋതികെ അമ്മ പത്മാവതി ഇവിടെ നിന്നും അവളുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോയതാ. പത്മാവതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ബലമായി പിടിച്ചെടുത്ത് ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തി വലുതാക്കിയത് ഋതികയുടെ പേരിലുള്ള സ്വത്തുക്കൾക്ക് വേണ്ടിയായിരുന്നു. സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം. അപ്പോ എനിക്കറിയാത്ത ഒരുപാട് കഥകളുണ്ടല്ലേ അമ്മേ? ഒരുപാട്. എന്റെ ആഗ്രഹങ്ങളും അതിന് വിപരീതമായി പത്മാവതിയോട് തോന്നിയ നിന്റെ അമ്മാവന്റെ പ്രണയവും അവരുടെ വിവാഹവും, പിന്നീടങ്ങോട്ട് അംബിക കളിച്ച കളികളും. നീ അറിയാത്ത കഥകൾ ഒരുപാടുണ്ട് മോനെ. വക്കീലാണല്ലോ. ഹലോ അംബിക മാഡം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാനിപ്പോ വിളിച്ചത്. പറ വക്കീലേ. ഋതിക വർമ്മയുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം ഋതിക വർമ്മയ്ക്ക് സ്വന്തമാക്കാം. പത്മാവതിയുടെ സ്വത്തുക്കൾ, പ്രതാപവർമ്മയുടെ പേരിലുള്ള സ്വത്തുക്കൾ, ബിസിനസ്, അങ്ങനെ മൊത്തം ആസ്തിയുടെ 80% എപ്പോൾ വേണമെങ്കിലും ഋതിക വർമ്മയ്ക്ക് സ്വന്തമാക്കാം. മനസ്സിലായി വക്കീലെ. എന്തെങ്കിലും ഒരു വഴി വക്കീല് കണ്ടുപിടിച്ച് കാണുമല്ലോ. അതെന്താണെന്ന് പറയേ. അംബിക മാഡം ആദ്യം ശ്രദ്ധിക്കേണ്ടത്, യാതൊരു കാരണവശാലും ഇക്കാര്യം ഋതികയോ ഭർത്താവ് രാജുവോ അല്ലെങ്കിൽ ഋതികയോട് മമതയുള്ള ആരും അറിയാതെ നോക്കണം. പിന്നെ ദീപകിന് ഞാനൊരു ഫയൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മാരേജ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്.
കൂടെ ഒരു MD ആപ്ലിക്കേഷൻ. മാരേജ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കാണിച്ച് കൂടെയുള്ള പേപ്പറിലും അവരുടെ ഒപ്പ് മേടിച്ചിരുന്നു. ബാക്കി ഞാൻ നോക്കിയോളൂ. അവൾക്കൊരു കുറവുണ്ടാകുകയോ അത് കണ്ടു നിൽക്കുന്നവർ അവളെ പരിഹസിക്കാനോ പാടില്ല. അതെനിക്ക് കുറച്ചിലാണ്. ചേച്ചിയോട് ഞാൻ എതിരൊന്നും പറയുന്നില്ല. ചേച്ചിക്ക് ഞാൻ എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാ ചെയ്യും. ഞാൻ ഇറങ്ങുന്നു. നാളെ വരൂ. രമേശ, വണ്ടി എടുക്ക. അംബിക മാഡം, ഈ ശാന്തി മുഹൂർത്തത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഈ നാട്ടിലെ രീതി അല്ലല്ലോ. വർമ്മ സാറിനെ എന്തിനാ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന? ഞങ്ങള് വീട്ടിലേക്ക് പൊക്കോളാം. രാജു, നീ കഴുത്തിൽ താലി കെട്ടിയതേ ഈ കുടുംബത്തിലെ രാജകുമാരിയാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതേ അംബികയാണെന്ന് നിനക്കറിയാലോ. നീ എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയെന്ന് പ്രതാപൻ അറിഞ്ഞാ എന്തുണ്ടാവോന്നറിയാലോ. ഋതുമോളെ, നിന്റെ ഭർത്താവിനെ വിളിച്ച് നീ മുറിയിലേക്ക് ചെല്ല്.